ഇപ്പോൾ മലപ്പുറത്തും കടലാക്രമണം രൂക്ഷമാണ്. CV അനുമോദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അനുമോദ്, അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? പാർവതി, ഞാൻ നിൽക്കുന്നത് പൊന്നാനി വെളിയങ്കോടാണ്. അതായത് തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശമാണ് വെളിയങ്കോട്. ഞാൻ നിൽക്കുന്ന ഈ വെളിയങ്കോട് ഈ ഒരു മേഖല മുതൽ പൊന്നാനി വരേക്ക് പല ഇടങ്ങളിലും കടൽ ഭിത്തി ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വലിയ തോതിൽ കടലേറ്റം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്തൊക്കെ ഇന്നലെ ആ കടലേറ്റത്തിൽ കയറിയ മണലാണ് കാണുന്നത്. ഇവിടെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീടുകളിലേക്കൊക്കെ തന്നെ ഇന്നലെ കടലേറ്റത്തിൽ മണൽ കയറി നിറഞ്ഞ ഒരവസ്ഥയാണ് ഉള്ളത്. നമ്മൾ മുട്ടിനൊപ്പം ഇവിടെ മണൽ കയറിയിരിക്കുന്നു. നമുക്ക് ഈ വീടിലെ ഇത് കാണിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. വീടിന്റെ വാതിലിന്റെ ഒരു ഭാഗം വരെ ഇവിടെ മണൽ കയറിയിരിക്കുന്നത്. ഇന്നലെ അത്രയും ദൂരം ഇവിടെ കടലിൽ കയറി ഈ കടൽ വെള്ളത്തിൽ ഈ മണൽ കയറിയ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ മഴ അല്പം കുറവുണ്ട്. അതുപോലെ തന്നെ കടൽക്ഷോഭത്തിനും അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ഒരു അടിയന്തരമായി ഈ വെള്ളം കടൽ വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ JCB ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടേക്ക് JCB പോയ വഴിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 50ഓളം വീടുകളിലാണ് ഇന്നലെ ഇവിടെ വെള്ളം കയറിയിട്ടുള്ളത്. ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ക്യാമ്പിലേക്ക് ആരും പോയിട്ടില്ല. പക്ഷേ ബന്ധുവീടുകളിലേക്കാണ് ഇവിടുത്തുകാരൊക്കെ മാറി താമസിച്ചിട്ടുള്ളത്. നമ്മളൊപ്പം ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ ചേരുന്നുണ്ട്. ഇത് വെളിയങ്കോട് പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങളാണ് ഇവരൊക്കെ. എന്താണ് അങ്ങയുടെ പേര്? മുസ്തഫ. എന്താ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താണ്? ഇവിടെ ഇപ്പം നിലവിൽ ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഇന്നലെ ഉണ്ടായ കടൽക്ഷോഭത്തിൽ വെള്ളം കെട്ടി നിൽക്കുകയും വീടുകളിലൊക്കെ താമസിക്കാൻ വലിയ പ്രയാസമുണ്ട്. കുടിവെള്ളം ഉപ്പുവെള്ളമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് വരുന്ന സർക്കാരുകൾ ഈ പ്രദേശത്തിനോടുള്ള അവഗണന ഉണ്ട്. ഈ കടൽ ഭിത്തി നിർമ്മിക്കാത്തതും അശാസ്ത്രീയമായ നിർമ്മാണ രീതിയുമാണ് ഇത്രയും കടൽക്ഷോഭം രൂക്ഷമായി വീടുകളിലേക്ക്. ഇവിടെ കടപ്പുറത്ത് ഇപ്പോൾ വന്ന് കടലിന്റെ അടുത്ത് വന്ന് താമസിച്ചതല്ല, കിലോമീറ്ററുകളോളം താമസിക്കുന്ന ആളുകളെ തേടി കടൽ തീരം എത്തുകയാണ്. ആ കടൽ തീരം എത്തുമ്പോൾ ആ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട സർക്കാരുകൾ ഒരു വിധത്തിലുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കുന്നില്ല. കടൽ ഭിത്തി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രൊജക്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെന്തെങ്കിലും ഇവിടെ നടപ്പാക്കുന്നു? ഒരു പ്രൊജക്ടും ഇന്നുവരെ ഈ പ്രദേശത്ത് നടപ്പിലാക്കിയിട്ടില്ല. കഴിഞ്ഞൊരു 30 വർഷത്തോളം കാലമായി ഈ പ്രദേശത്തേക്ക് യാതൊരു മെയിന്റനൻസ് വർക്ക് പോലും നടന്നിട്ടില്ല. ഈ കാണുന്ന കടൽ ഭിത്തി പഴയതാണ്. ഇത് പഴയ കടൽ ഭിത്തിയാണ്. അത് കഴിഞ്ഞ ഓഗി കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ സാധനമാണ്. അതിനുശേഷം ഒരു പ്രവർത്തനവും ഈ മേഖലയിൽ നടന്നിട്ടില്ല. നമ്മൾ നിരന്തരം ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് വേണ്ട നടപടിക്രമങ്ങൾ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ആളുകളൊക്കെ എവിടേക്കാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്? എല്ലാവരും ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി ഒരു 2-2:30 മണിയോടുകൂടി വീണ്ടും വെയിലേറ്റ സമയത്ത് കടൽക്ഷോഭം ഉണ്ടാവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് മുന്നിൽ കണ്ടാണ് ആളുകൾ മാറി നിൽക്കുന്നത്. ഈ ഇവിടുത്തെ ഒരു പ്രശ്നം കാലങ്ങളായിട്ട് ഉന്നയിക്കുന്നതാണല്ലോ. എന്താണ് ഈ ഒരു ഇതിന് പരിഹാരമാവാത്തതിന്റെ കാരണം ജനപ്രതിനിധികളൊക്കെ പറയുന്നത്? എല്ലാ വർഷങ്ങളിലും ഇതുപോലെ കടൽക്ഷോഭ സമയത്ത് ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഉദ്യോഗസ്ഥർ വന്നിട്ട് വലിയ രൂപത്തിൽ ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷെ ആ ഉറപ്പിനകത്ത് ഒരു തുടർ നടപടി ഉണ്ടാവുന്നില്ല. ആ പ്രയാസത്തിന്റെ പുറത്ത് വന്നിട്ട് ഒരുപാട് ഉറപ്പ് നൽകി പിരിഞ്ഞു പോകാന്നല്ലാതെ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഈ ആധുനിക സീവാളിന്റെ നിർമ്മാണം പൊന്നാനി, പെരുമ്പടപ്പ്, വെളിയങ്കോട് 3 പഞ്ചായത്ത്, പാലപ്പെട്ടി 3 പഞ്ചായത്തുകളായിട്ടാണല്ലോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ മേഖലയിൽ ഉൾപ്പെടുന്നുണ്ടോ? അതിന്റെ പഠനം ഒരു 5 വർഷം മുതൽ തുടങ്ങിയിട്ടുണ്ട്. 5 വർഷം മുമ്പ് ഒരു പഠനം നടത്തിപ്പോയി. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് വീണ്ടും പഠനം നടത്തിപ്പോയി. പഠനം നടത്തിപ്പോവുക എന്നല്ലാതെ കല്ല് ഫീൽഡിലേക്ക് എത്തുന്നില്ല. ഇതൊക്കെ ഇന്നലെ കയറിയ മണലായിരിക്കില്ലേ? അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കയറിയിട്ടുള്ള മണലാണ്. നീക്കം ചെയ്യാൻ ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് JCB ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. ഈ മണൽ മാത്രമല്ല, അപ്പുറത്ത് വെള്ളം കെട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിനെ പുഴയിലേക്ക് ഒഴുക്കിവിടാൻ വേണ്ടിയിട്ട് ചാല് കയറുന്ന ഒരു പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾക്ക് താമസിക്കാൻ വരെ ഇപ്പോഴും കഴിയുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ആളുകളെ തിരിച്ചിവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് വേലിയേറ്റ സമയത്ത് ഇന്നലത്തെ രൂപത്തിലുള്ള കടൽ കയറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കടലിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കിയിട്ട് മാത്രമേ ആളുകൾ തിരിച്ചു വരുള്ളൂ. എല്ലാ വർഷവും ഇതൊരു പ്രശ്നത്തിന് ഇത് മുൻപൊക്കെ വർഷങ്ങളിൽ ഒരു പ്രാവശ്യം മാത്രം കടൽ കയറിയെന്നാണെങ്കിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം ഉണ്ടാകുന്നതിന്റെ ഭാഗമായി വർഷത്തിൽ 2-3 പ്രാവശ്യം കടൽ കയറുന്നുണ്ട്. ഇപ്പോൾ
കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു വലിയ രൂപത്തിലുള്ള ഒരു ചുഴലിക്കാറ്റിന്റെ ഭാഗമായിട്ട് കടൽ കയറിയിട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും അതിന് വേണ്ട ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിച്ചിരുന്നെങ്കിലും ആർക്കും ഇന്നവരെ ഒരു രൂപ പോലും അതിന്റെ ഭാഗമായിട്ട് നഷ്ടപരിഹാരം കിട്ടില്ല. വീട്ടുപകരണങ്ങളും വീടും വീട്ടിലെ മറ്റു എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടെങ്കിലും അവർക്ക് ആർക്കും ഇതുവരെ ഒരു രൂപ പോലും നഷ്ടപരിഹാരം കിട്ടില്ല. എല്ലാവരും അപേക്ഷിച്ച ആളുകളാണ്. പക്ഷെ ആ അപേക്ഷയുടെ പുറത്ത് ഒരു രൂപ പോലും അനുകൂലം കിട്ടിയിട്ടില്ല. അതെ, എന്റെ വീട് ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കടലേറ്റത്തിന് പോയത്. അത് നശിച്ചു പോയി. അത് അപേക്ഷിച്ചിട്ട് ഒരു രൂപ എന്തായില്ല. ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ട് എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തെല്ലാം പോയി. പക്ഷെ പിന്നെ വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ അവിടെയാണ് ഇവിടെയാണ് വില്ലേജിലൊക്കെ പറഞ്ഞിട്ട് എന്താക്കണം അവർ ഒഴിഞ്ഞു പറയും. എന്താ ചെയ്യുന്നത്? താമസപ്പോ ബന്ധുവിട്ടാണ്. ഇപ്പൊ എല്ലാ വർഷവും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ശാശ്വതമായിട്ടൊരു പരിഹാരം വേണ്ടതല്ലേ? പരിഹാരം ചിലതിന് മുന്നേ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നല്ല പറയല് പുലിമുട്ട് കെട്ടണം, പുലിമുട്ട്, അതല്ലാണ്ട് ഒരു പോകുമ്പോഴില്ല. കല്ലിട്ട് കഥല്ല. അനുമോദ് തുടർന്നോളൂ. മലപ്പുറം വെളിയംകോട് വീടുകളിൽ വെള്ളം കയറി, കടലാക്രമണം ഇവിടെ രൂക്ഷമാണ്. മണലും വെള്ളക്കെട്ടും അടക്കമുള്ളവ പ്രദേശത്ത് ജനജീവിതം ബുദ്ധിമുട്ടിലാക്കുന്നു. കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥയും അവിടെയുണ്ട്. ഇപ്പോൾ